എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NSS പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ ഉറപ്പായും ആ വീഡിയോ കൂടി കാണുക. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ NSS പ്രവേശന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ആൻഡ് ഹിസ്റ്ററി ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പൽ ഏത്? ഉത്തരം സാൻ ഫെർണാണ്ടോ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഇടുക്കിയാണ്. പാലക്കാടായിരുന്നു ഏറ്റവും വലിയ ജില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിൽ നിന്ന് കുറച്ച് താലൂക്കുകൾ ഇടുക്കി ജില്ലയിലേക്ക് മാറ്റിയതോടുകൂടി ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല. അടുത്ത ചോദ്യം, ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം OV വിജയൻ. ഇത്തരം ചോദ്യങ്ങളെല്ലാം തന്നെ NSS പ്രവേശന പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം, ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആര്? ഉത്തരം ബ്ലസ്സി. 2024 ഒളിമ്പിക്സ് നടക്കുന്ന നഗരം ഏത്? ഉത്തരം പാരീസ്. അടുത്ത ചോദ്യം, സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഏക ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, 2024 റഷ്യയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം നരേന്ദ്രമോദി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം അനുരാഗ് ഠാക്കൂർ. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? ഉത്തരം V ശിവൻകുട്ടി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം രാഹുൽ ഗാന്ധി. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. NSS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ആദ്യത്തെ പാർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇതിന് കുറച്ചും കൂടി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ആവശ്യമാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് പാർട്ട് വീഡിയോ ചെയ്യുന്നത്. NSSുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മളെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വിവിധ NSS പരീക്ഷകൾക്ക് ചോദിച്ച് കാണാറുള്ളതും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ളതുമായ NSSുമായി ബന്ധപ്പെട്ടതല്ലാത്ത മറ്റ് ക്വസ്റ്റ്യനും അവയുടെ ഉത്തരങ്ങളുമാണ്. വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ ക്യൂസ് വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. NSS പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.